അയോധ്യയിൽ ഇന്ന് കണ്ടത് അടുത്ത കാലത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ റോഡ് ഷോയാണ്. 15 കിലോമീറ്ററാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സഞ്ചരിച്ചത്. മഹാഋഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷൻ വരെ. വഴിയരികിലും ധാരാളം ആളുകൾ കാത്തുനിൽക്കുന്നു. മാത്രമല്ല, സ്വാഗതം ചെയ്യുന്നത് ഇക്ബാൽ അൻസാരി എന്ന ഈ ബാബറി മസ്ജിദ് കേസിലെ പെറ്റീഷണർ കൂടിയാണ് എന്നതാണ്. പിന്നീട് മീരാ മഞ്ചിയുടെ വീട്ടിലേക്ക് പോകുന്നു. അങ്ങനെ വളരെ ഡ്രമാറ്റിക്കായ സീനുകൾ കൂടി നമ്മൾ ഇന്ന് കണ്ടു. എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തെരഞ്ഞെടുപ്പിലേക്കുള്ള വിജയവഴിയാക്കിയു അയോധ്യ? തെരഞ്ഞെടുപ്പിലെ വിജയം ഇതിനകം തന്നെ ഉറപ്പിച്ചതായതുകൊണ്ട് അത് അയോധ്യ വഴിയാകുന്നത് കുറച്ചുകൂടി പിന്തുണയ്ക്കുന്നവർക്ക് കുറച്ചുകൂടി ഒരു സ്വീകാര്യമായ ഒരു രീതിയാണ് എന്ന് ഒരുപക്ഷെ വിലയിരുത്താവുന്നതാണ്. പക്ഷേ അയോധ്യയിൽ രാമക്ഷേത്രം പണിയുമെന്നുള്ളത് BJPയുടെ ആവർത്തിക്കുന്ന ഒരു വാഗ്ദാനമായിരുന്നു. ആ വാഗ്ദാനം യാഥാർത്ഥ്യമാക്കുന്നു എന്നുള്ളതാണ് 2024 പൊതു തെരഞ്ഞെടുപ്പിലേക്ക് എത്തുന്നതിന് മുൻപ് നമ്മൾ കാണുന്ന ഒരു യാഥാർത്ഥ്യം. ഈ പുതുക്കിയ റെയിൽവേ സ്റ്റേഷൻ, വിമാനത്താവളം, അതെല്ലാം ഈ ഒരു വികസനം എന്ന് പറയുന്നത് ക്ഷേത്ര നിർമ്മാണം മാത്രമല്ല. അതായത് നേരത്തെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഹിന്ദുത്വ പൊളിറ്റിക്സ്, അതിനുമപ്പുറം ഒരു വെൽഫെയർ പൊളിറ്റിക്സിലേക്കാണ് തങ്ങൾ ഊന്നുന്നത് എന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലൊക്കെ ചർച്ചയായതാണ്. ഒരു ഭാഗത്ത് കൃത്യമായി ഈ ഒരു വർഗീയതയൊക്കെ വിമർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് പ്രോമിസസ് ഡെലിവർ ചെയ്യുന്ന അല്ലെങ്കിൽ വെൽഫെയർ സ്കീംസ് ആളുകളിലേക്ക് എത്തുന്ന, ഇന്നിപ്പോൾ മീരയുടെ വീട്ടിലെ സന്ദർശനമൊന്നും യാദൃശ്ചികമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ആ ഒരു സ്കീം കൂടി ഈ വാർത്തയോടൊപ്പം രാമക്ഷേത്രത്തിലേക്ക് അല്ലെങ്കിൽ ഈ വിമാനത്താവളത്തിലേക്ക് റെയിൽവേ സ്റ്റേഷന്റെ പുതുക്കി പണിത ഇടത്തേക്കൊക്കെ നരേന്ദ്രമോദി എത്തുന്നതിനൊപ്പം തന്നെ വാർത്തയാകണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച ഒരു സന്ദർശനം തന്നെയായിരുന്നു അത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അയോധ്യ നഗരത്തിലേക്ക് 11,000 കോടിയുടെ പദ്ധതി, UPയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് 4,600 കോടിയുടെ പദ്ധതി, കേവലം രാമക്ഷേത്രം അല്ലെങ്കിൽ ഹിന്ദുത്വ പൊളിറ്റിക്സ് മാത്രമാണ്, അയോധ്യയിലെ രാമക്ഷേത്രം മാത്രമാണ് തങ്ങളുടെ ഫോക്കസ് എങ്കിൽ BJP ഒരിക്കലും ഇങ്ങനെ ഒരു പ്രഖ്യാപനത്തിലേക്ക് നരേന്ദ്രമോദി ഇന്ന് പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ വികസനം, പൈതൃകം, ഇതിന്റെ രണ്ടിന്റെയും ഒരു കോമ്പിനേഷനാണ് BJP മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ ഒരു പ്രഖ്യാപനമായി മാറുകയായിരുന്നു ഇന്നത്തെ ആ ചടങ്ങ് എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം തന്നെ ഈ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ശുചിത്വ യജ്ഞം, അത് ആദ്യത്തെ ഒരു പോൾ പ്രോമിസ് ആയിരുന്നു. അതിൻ്റെ ഒരു തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനവും ഇന്ന് നരേന്ദ്രമോദിയിൽ നിന്ന് കാണാൻ കഴിഞ്ഞു. പുതിയ ട്രെയിനുകൾ, 2 പുതിയ അമൃത് ഭാരത്, 6 പുതിയ വന്ദേ ഭാരത്, 4 നവീകരിച്ച റോഡുകൾ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, അതോടൊപ്പം വിശ്വാസം, ഇത് രണ്ടും ക്ലബ് ചെയ്തുകൊണ്ടുള്ള ഒരു കൃത്യമായ ഒരു ഫോർമുല ഇവിടെ സ്ഥാപിക്കാനായി കൃത്യമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ. ഈ വിമാനത്താവളത്തിന്റെ പേര് നോക്കൂ, മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളം. അതൊരു പൈതൃകത്തിന്റെ വീണ്ടെടുപ്പാണ് അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ വീണ്ടെടുപ്പാണ്. 550 വർഷം നമ്മൾ കാത്തിരുന്നില്ലേ എന്ന് പ്രധാനമന്ത്രി ചോദിക്കുന്നതിൽ തന്നെ ആ ഒരു മെസ്സേജ് ഉണ്ട്. കൃത്യമായി ഓരോ വിഭാഗങ്ങളിലേക്കും എങ്ങനെയാണ് എത്തിച്ചേരേണ്ടത് എന്നുള്ളത് ഈ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവർ പ്രാവർത്തികമാക്കുന്നത്, NDA പ്രാവർത്തികമാക്കുന്നത്, BJP പ്രാവർത്തികമാക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇതിൽ അത്രയൊന്നും അതിശയപ്പെടേണ്ട ഒന്നുമില്ല. കൃത്യമായി പറഞ്ഞത് എന്താണോ അത് നടപ്പാക്കുന്നു എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് ഞാൻ കരുതുന്നത്. അതോടൊപ്പം ജയ് ശ്രീറാം എന്നുള്ളത് പലയിടങ്ങളിലും BJP പ്രവർത്തകർ മാത്രം വിളിക്കുന്നതാണ്, അല്ലെങ്കിൽ മറ്റ് BJPയുമായി RSSുമായി ചേർന്ന് നിൽക്കുന്നവർ വിളിക്കുന്നത് മാത്രമാണ് അയോധ്യയിൽ നിന്ന് കേട്ടിരുന്നതെങ്കിൽ ഇന്ന് നോക്കൂ, മഹർഷി വാൽമീകി രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ഇൻഡിഗോ വിമാനം പറന്നു വരുമ്പോൾ അതിലെ പൈലറ്റ് അശുതോഷ് ശേഖർ സ്വാഗതം ചെയ്യുന്നത് തന്നെ യാത്രക്കാർ തയ്യാറായിരിക്കും എന്നതിന് പകരം ജയ് ശ്രീറാം എന്നാണ്. അപ്പോൾ വിളിച്ചത് ജയ് ഹിന്ദ്, ജയ് ശ്രീറാം എന്നാണ് വിളിക്കുന്നത്. യാത്രക്കാർ അത് ഏറ്റുവിളിക്കുന്നു. അതോടൊപ്പം ഹനുമാൻ ചാലിസ ചൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഹിന്ദു അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസം അതൊക്കെ അങ്ങനെ മാറ്റി നിർത്തേണ്ട ഒന്നല്ല എന്ന ഒരു മെസ്സേജ് കൃത്യമായി സ്പ്രെഡ് ചെയ്യാൻ അവർക്ക് കഴിയുന്നുണ്ട്. അതിൽ വിജയിക്കാനും കഴിയുന്നുണ്ട്. കാരണം ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു നറേറ്റീവ് ഇപ്പുറത്തെ ഭാഗത്ത് വളരെ സജീവമാക്കാൻ എത്രത്തോളം കഴിഞ്ഞിട്ടുണ്ട് എന്നതും പരിശോധിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇക്ബാൽ അൻസാരിയുടെ സാന്നിധ്യം, അതൊക്കെ കൊടുക്കുന്ന ഒരു സന്ദേശം, ഫറൂഖ് അബ്ദുള്ളയുടെ സന്ദേശം, അങ്ങനെ ഓരോന്നും കൊടുക്കുന്ന ഒരു മെസ്സേജ് അവിടെ വളരെ എവിഡന്റ് ആണെന്നാണ് ഞാൻ കരുതുന്നത്. ശ്രീരാമൻ രാജ്യത്തിനാകെ അവകാശപ്പെട്ടതാണ്, വാഗ്ദാനം പാലിക്കാൻ ജീവൻ സമർപ്പിക്കുന്നവനും അഹോരാത്രം പരിശ്രമിക്കുന്നവരുമാണ് താൻ എന്ന് ഈ പ്രസംഗത്തിൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ ഡെലിവറിംഗ് എ പോൾ പ്രോമിസ്, പ്രകടന പത്രികയിൽ ഒരു വാഗ്ദാനം സാക്ഷാത്കരിക്കുന്നു. സമയബന്ധിതമായി 2024 പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് കൃത്യമായി അത് സാധ്യമാക്കിക്കൊണ്ട് അങ്ങനെ ഒരു ഡെലിവറിംഗ് പ്രൈം മിനിസ്റ്റർ ആണ്, വാഗ്ദാനങ്ങൾ പാലിക്കുന്നയാളാണ് എന്ന് സ്ഥാപിക്കാൻ, അതിലൂടെ വോട്ടുറപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒന്നാണ്. ഇതാണ് Meet the editors.